ഹായ് എന്തല്ല, ഹോപ്പ് യു ഓൾ ഡൂയിങ് ഗുഡ്. സോ ഇന്ന് സൂപ്പർ എക്സൈറ്റഡ് ആണ് ടു ഗോ ടു മസൂലെ. ഇറാനിൽ കുറച്ചും തണുപ്പുണ്ടാവുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ, അത് മൗണ്ടെയിൻ റീജിയൻ കാണണമെന്നുള്ളൊരു ഒരാഗ്രഹത്തിൽ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1 വീക്കിന് മുകളിലായി. ദെൻ ടെഹ്റാൻ ടു മസൂലെ, അമേസിങ് റോഡാന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അവിടത്തേക്കുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ മൂഡ് പോയി. കാരണം രാവിലെ ഉറങ്ങിയണീറ്റപ്പോൾ തന്നെ എൻ്റെ അത് കാണുന്നില്ല, എൻ്റെ ഇത് കാണുന്നില്ല, ആ മോഡിലുള്ള ടോക്കായിരുന്നു. ഞാൻ ചുമ്മാ എൻ്റെ ബാഗൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഒരുപാട് ഗിയേഴ്സൊക്കെ നഷ്ടപ്പെട്ടു. ദെൻ അവിടുത്തെ ആൾക്കാർ, ഞാൻ കുറേ വട്ടം പറഞ്ഞു, എന്നാലും അവിടുത്തെ ആൾക്കാർ 4 hours റൈഡ് ചെയ്തിട്ട് നമ്മളെ ഇറാനിലുള്ള ഫ്രണ്ട്സ് അവരവിടത്തേക്ക് വന്ന് ആ മൊത്തം ഗിയേഴ്സ് തിരിച്ചു പിടിച്ചാന്ന് കള്ളനാരാന്ന് കണ്ടുപിടിച്ച് അതിന് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ക്യാമറ, എൻ്റെ റൈഡിങ് ബൂട്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ സൂപ്പർ, എന്താ പറയുക, നല്ലോണം എക്സൈറ്റഡ് ആയി. ഭയങ്കരമായിട്ട് സന്തോഷം വന്നു. അപ്പോൾ അവർക്കൊരു ട്രീറ്റ് കൊടുക്കാന്നുള്ള രൂപത്തിൽ നമ്മൾ ലഞ്ച് ഒരുമിച്ച് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലെത്തി. അങ്ങനെ അവരോട് തന്നെ ചോദിച്ചു, നമുക്ക് ലഞ്ച് ഒക്കെ ഒരുമിച്ച് കഴിച്ചിട്ട് പോവാം. ദെൻ അവർ സജസ്റ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഒരു 1/2 hour റൈഡ് ഉണ്ട് നമ്മളുള്ള സ്ഥലത്ത് നിന്ന് മസൂലയിലേക്ക് പോകുന്നതിൻ്റെ ഓൺ ദ വേ ആണ്. അവരവിടുന്ന് കഴിച്ചിട്ട് തിരിച്ച് അവർ വേറെ അവരുടെ റൂട്ടിൽ പോയിക്കോളാം, നിങ്ങൾ ഇങ്ങോട്ട് പോയിക്കോ എന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ ആ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്തു. ആൻഡ് ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ഫോർഗോട്ട് ദ നെയിം, ബട്ട് ഒരു ഏൻഷ്യൻ ടൈപ്പിലാണ് ആ റെസ്റ്റോറൻറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമാണ്. അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനായാലും അതിൻ്റെ മൊത്തം പരിപാടി ഭയങ്കര രസമാണ്. ആ റെസ്റ്റോറൻറ്റ് നമ്മൾ നല്ല കബാബ്, ഫിഷ് ഒക്കെ കഴിച്ച് പതുക്കെ അവരോട് ബായ് പറഞ്ഞ് അവരോട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ദെൻ നമ്മൾ ഈവനിങ് ആയി മസൂലിലേക്ക് ഇറങ്ങുമ്പോൾ ദ ബെസ്റ്റ് സൺസെറ്റ്. ഞാൻ പോകുന്നതിൽ എനിക്ക് കിട്ടിയ ദ ബെസ്റ്റ് സൺസെറ്റ്. ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. അതിലേക്കുള്ള ഹൈവേ, അതിനെക്കാട്ടി മുകളിൽ അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഹൈവേയിലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് ഇങ്ങനെ ഒരു കാറ് വരും, അതിലൊരു ഫാമിലി ആയിരിക്കും. അവർ നമ്മളോട് ഹായ് പറയും, അവരുടെയൊക്കെ ഫോട്ടോസ് എടുക്കും, അവരോടൊരു ബായും പറഞ്ഞ് അവരങ്ങ് പോകും. ഭയങ്കര രസമാണ് ആ പരിപാടി. ദെൻ കുറേ എന്താ പറയുക, കോഫിയൊക്കെ കുടിച്ച് സ്ട്രെച്ചൊക്കെ ചെയ്ത് ബ്രേക്കൊക്കെ എടുത്ത് പതുക്കെ മസൂലേൻ്റെ മൗണ്ടെയിൻ റീജിയനിലേക്ക് എത്തി തുടങ്ങി. ഈവനിങ് ഒക്കെ ആയപ്പോൾ അപ്പോഴാണ് മസൂലെ നമ്മൾ മിസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ റീജിയൻ രാവിലെ ആയിരുന്നു ട്രാവൽ ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ രാവിലെ ഇറങ്ങാൻ പ്ലാൻ ചെയ്തതാണ്. പിന്നെ സിറ്റുവേഷൻ അങ്ങനെ ആണല്ലോ, ഓരോ സമയത്തും നമ്മൾ ഉദ്ദേശിച്ചത് നടന്നു വരില്ല. എപ്പോഴേലും ആർക്കെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ ടെഹ്റാനിൽ പോവുക. എനിക്കൊന്ന് 250 കിലോമീറ്റർ ഉണ്ടാവും മസൂലയിലേക്ക് ബൈ റോഡ് പോവുക. അതും ബൈ റോഡ് റൈഡ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. ബൈക്കിൽ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. ഞാൻ കണ്ണൂരാണ്, കണ്ണൂരിൽ നിന്ന് ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അതുപോലത്തെ ഒരു പരിപാടിയാണ്. ഭയങ്കര രസമാണ്. 2 കോർണറിലും എന്താ പറയുക, വാലീസ് ഉണ്ട്, ഒരുപാട് പിന്നെ ടണൽസ് ഉണ്ട് അതിലേക്ക് പോകുമ്പോൾ. പിന്നെ ചെറിയ തണുപ്പും ഇടയ്ക്ക് മഴയും, ഭയങ്കര രസമാണ്. രാത്രി ഇടിമിന്നലും മഴയും പിന്നെ ഒരു കാറ്റ് വന്നിന്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിന് മുകളിലാണ്. ഞാൻ ഒരുപാട് കൂക്കിയാന്ന് പറഞ്ഞാൽ കുറേ ശബ്ദം എടുത്ത് ഭയങ്കര രസമായിരുന്നു. നമ്മൾ എന്താ പറയുക, വണ്ടി ഓടിക്കാൻ വിടാത്ത അത്രയും കാറ്റ് ഇങ്ങോട്ടേക്ക് അടിക്കായിരുന്നു. പിന്നെ അതൊക്കെ ടാക്കിൾ ചെയ്ത് കുറേ ഓടിച്ച് ഒരു ഫോറസ്റ്റ് എത്തുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അവിടെ പോലീസുകാർ വന്ന്, കോഫി ഉണ്ടാക്കുന്ന സമയത്ത് പോലീസുകാർ വന്ന് അവർ ഭയങ്കര സൂപ്പർ ഫ്രണ്ട്ലി. ദെൻ ഇവിടെ അധികം നിൽക്കരുത്, രാത്രിയാണ്, അധികം നിൽക്കണ്ട, നിങ്ങൾ പെട്ടെന്ന് വിട്ടോ എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ ഗ്രാജുവലി അവിടുന്ന് വിട്ട് മസൂലയിലേക്ക് പോയി. മസൂല നമ്മൾ ഓൾമോസ്റ്റ് എത്തുമ്പോഴേക്ക് രാത്രി ഒരു ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് മസൂല എൻ്റർ ആയപ്പോൾ തന്നെ ഫോഗി മൂഡായിരുന്നു. ഭയങ്കര രസമാണ്. കുറച്ച് പതുക്കെ എത്താൻ പറ്റിയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ മസൂല എത്തി. ദെൻ അവിടെ നമ്മൾ കെയർ ടേക്കർ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സെയിം ഫ്രണ്ട്സ് തന്നെയാണ് അവിടെയും റൂം ബുക്ക് ചെയ്ത് തന്നെ. ഓൾമോസ്റ്റ് പിന്നീട് അങ്ങോട്ട് നമ്മൾ ഇറാൻ എക്സിറ്റ് ആകുന്നത് വരെയുള്ള റൂം ബുക്ക് ചെയ്യുന്നത് തന്നത് ഇവരാ. കാരണം നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇവരാണ് നമ്മൾ ബുക്ക് ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാ ക്യാഷും നമ്മൾ ലാസ്റ്റ് അവരുടെ നാട്ടിലെത്തുമ്പോൾ കൊടുക്കാന്നുള്ള പ്ലാനിങ്ങിൽ ആയിരുന്നു. അവരുടെ നാടെന്ന് പറഞ്ഞാൽ സാരി എന്ന് പറയും, കാസ്പിയൻ സീൻ്റെ അടുത്ത് വരും. തുർക്ക്മെനിസ്ഥാൻ ബോർഡറിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ മുമ്പായിട്ടാണ് അവരുടെ നാട് വരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ ആയതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് അവരാണ് നമുക്ക് പിന്നീട് അങ്ങോട്ട് റൂം ബുക്ക് ചെയ്ത് തന്നുകൊണ്ടുണ്ടായത്. അപ്പോൾ ഈ മസൂലയിലുള്ള ഈ വില്ല ബുക്ക് ചെയ്തതൊന്നും അവർ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവർ എത്താൻ ലേറ്റാവും. ദെൻ ഈ പിന്നെ പയ്യൻ വന്നു, ബൈക്കിലാണ് വന്നത്. കാറ് അങ്ങോട്ടേക്ക് കയറില്ല. മസൂലെ പിന്നെ മെയിൻ വില്ലേജിലേക്ക് കാറ് കയറില്ല. എല്ലാം നാരോ റോഡ്സാണ്. എന്താ പറയുക, നടവഴിയും സ്റ്റെപ്സും അങ്ങനെയുള്ള റോഡ്സാണ്. ഒരു ടെറസിൻ്റെ മുകളിൽ അടുത്ത വീട്, അതിൻ്റെ മുകളിൽ അടുത്ത വീട്, അതിൻ്റെ ടെറസ്
താഴത്തെ ഇതിൻ്റെ എന്താ പറയുക വീടിൻ്റെ നേരെ ടെറസിൻ്റെ മുകളിലായിരിക്കും. അങ്ങനെയുള്ള ഇതിലാണ് അവിടുത്തെ മൊത്തം കൺസ്ട്രക്ഷൻ. ഭയങ്കര രസമാണ്. ആ പയ്യൻ ബൈക്കിൽ വന്നുകൊണ്ട് അവൻ പറഞ്ഞു നീ എന്നെ ഫോളോ ചെയ്യും, ബാക്കിയുള്ള ആൾക്കാർ നടന്നിട്ട് വരട്ടെ. ദെൻ ബൈക്ക് എടുത്തിട്ട് നേരെ ഈ പയ്യൻ്റെ ബാക്കിലെ വെച്ച് വിളിച്ച് അങ്ങോട്ട് കയറാൻ തന്നെ ഭയങ്കര ടഫായിരുന്നു. ഭയങ്കര നാരോ റോഡ്സാണ്. ഈ ബോക്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാനിയേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു അങ്ങോട്ടേക്ക് കയറ്റാൻ വേണ്ടിക്ക്. ദെൻ എത്തി റൂമിൻ്റെ പുറത്ത് വെച്ച് ഇവരൊക്കെ എത്തി വരാൻ കുറേ സമയം എടുത്തു. പിന്നെ ലഗേജൊക്കെ വെച്ച് രാവിലെ ആയപ്പോഴാണ് മസൂലിൻ്റെ റിയൽ ബ്യൂട്ടി കാണുന്നത്. ചെറിയ തണുപ്പും പിന്നെന്താ ഒരു ചെറിയ മഴയും സൈലൻസ് ആണ്. മൊത്തത്തിലൊരു സൈലൻസാണ്. ആ സൈലൻസിൻ്റെ ഇടയിൽ നമുക്ക് ഏതാണ്ട് എല്ലാ ശബ്ദവും കിട്ടും. എന്താ പറയുക, കിളികളും എന്താ പറയുക, താഴെയൊരു മാർക്കറ്റ് ഉണ്ട്, അവിടുന്ന് ആൾക്കാരുടെ ശബ്ദവും ഇതൊക്കെ നമ്മൾ ഈ വാലീൻ്റെ ടോപ്പിൽ നിന്നിട്ട് കേൾക്കുമ്പോൾ നമ്മൾ വേറൊരു മൂഡിലേക്ക് പോകും, വേറൊരു സോണിലേക്ക് എത്തിയ പോലത്തെ ഒരു ഫീല്. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ വാലീൻ്റെ അടുത്ത വാലി ഇങ്ങനെ കാണാനും അതിൻ്റെ മൗണ്ടെയ്ൻസും പിന്നെ താഴെയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അതൊക്കെ അവിടെ നിന്നിട്ട് ഈ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ഐ വുഡ് സേ ലൈക്ക് ടേക്ക് യു ബാഗ് ആൻഡ് ഗോ. ഇപ്പം പോയിക്കോ, അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഐ ഡോണ്ട് നോ, ഹോപ്പ് യു ഗോ. എന്താ പറയുക, നിങ്ങൾക്ക് അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. എനിക്ക് ഇനിയൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഡെഫിനറ്റ്ലി മസൂലെ എൻ്റെ ലിസ്റ്റിൽ എന്തായാലും ഉണ്ടാവും. ഇറാൻ തന്നെ ഇനിയും എനിക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ മസൂലെ ഡെഫിനറ്റ്ലി ഒരു 2 ദിവസമെങ്കിലും ഞാൻ അവിടെ ഇരുന്ന് സമാധാനത്തിലൊരു ചായയും കുടിച്ച്, ഇറാനി ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അത്ര ഭയങ്കര സൈലൻസ് ഉള്ളൊരു സ്ഥലമാണ് മസൂലെ. ഓർമ്മിച്ച് വെച്ചോ. ദെൻ ആ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മസൂലെ ഓൾമോസ്റ്റ് ഒരു 500 മീറ്റർ അത്രേ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ടേക്ക് ഇറ്റ് മാക്സിമം 1 കിലോമീറ്റർ. അതിൻ്റെ ഉള്ളിൽ മൊത്തം വീടുകളും എന്താ പറയുക അടുക്കിയാണ് ഉള്ളത്. ദെൻ പിന്നെ അവിടെ ഹോട്ട് സ്പ്രിങ് ഉണ്ട്. ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ അടുത്ത വീട് എല്ലാം ബ്രൗണിഷ് കളറിലാണ്. മണ്ണ് ക്ലേ ഒക്കെ കൊണ്ടാന്ന് തോന്നുന്നു അവരുടെ കൺസ്ട്രക്ഷൻ. പിന്നെ അവിടെ തന്നെ ഉള്ള കല്ലും ഇതൊക്കെ വെച്ചിട്ടാണ് അവിടെ വീടെടുത്തെന്നാണ് എൻ്റെ അറിവ്. ദെൻ മസൂലയുടെ ഓൾഡ് ടൗൺ ഉണ്ട്, അത് 6 കിലോമീറ്റർ അപ്പുറം മേളിൽ മൗണ്ടെയിൻ്റെ മുകളിലാണ്. അവിടെ കോൺഫ്ലിക്റ്റ് കൊണ്ട് തകർന്ന ഒരു സ്ഥലമാണ്. ദെൻ വേറെന്താ, മസൂല ഇസ് നോർത്ത് സൈഡാണ്. ഓൾമോസ്റ്റ് ലൈക്ക് ഇറാൻ്റെ അടുത്ത് വരുന്നത് അസർബൈജാൻ, ജോർജിയ ആ സൈഡിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്, ബോർഡറിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ദെൻ കാസ്പിയൻ സീ വെരി ക്ലോസ് ബൈ ആണ്. 60 കിലോമീറ്റർ അങ്ങനെ കാസ്പിയൻ സീയിലേക്കുള്ളൂ. ഇതാണ് ആ മൊത്തം ആ റീജൻ്റെ ഒരു ലൊക്കാലിറ്റി. അതുകൊണ്ട് തന്നെ നമ്മളവിടെ എത്തിയ ഓൾമോസ്റ്റ് നമ്മളൊരു കേരളത്തിലൊക്കെ എത്തിയ അല്ലെങ്കിൽ വയനാട് മൂന്നാറിലൊക്കെ എത്തിയ ഒരു ഫീലാണ് മൊത്തത്തിൽ. ഭയങ്കര രസമായിരുന്നു. മഴ പിന്നീട് അങ്ങോട്ട് പിന്നെ പതുക്കെ ഉച്ചയാകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിങ് ആയി. കാരണം നമുക്ക് സാരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് എത്തേണ്ടതാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ രാവിലെ അവിടെ നിന്ന് കയറിയതിനെ കാട്ടി ബുദ്ധിമുട്ടായിരുന്നു താഴോട്ടേക്ക് ഇറങ്ങാൻ. ചെറിയ മഴ ഉണ്ടായിരുന്നു. ദെൻ പിന്നെ ഈ സ്റ്റെപ്പിലൂടെ വേണം ബൈക്ക് ഓടിച്ച് താഴോട്ട് ഇറക്കാൻ. അവിടെ നിന്ന് എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് ബൈക്ക് ഇറക്കി പിന്നെ പോകുന്ന വഴി അതിനായിട്ട് എക്സൈറ്റ്മെൻറ്റ് എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ദുബായിൽ നിന്ന് ഒരു പയ്യൻ ബാക്ക് പാക്ക് ചെയ്ത് ടെഹ്റാൻ വന്ന് ടെഹ്റാനിന് സാരി അങ്ങനെ കുർദിസ്ഥാൻ അങ്ങനെ പല സ്ഥലം കവർ ചെയ്തിട്ട് മസൂലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവനെ നമുക്ക് അവിടുന്ന് മീറ്റ് ചെയ്യാൻ പറ്റി. പേരെന്താ? എവിടുന്നാ? മലപ്പുറം. ഇപ്പൊ ഇറാനിൽ ഫസ്റ്റ് തുടങ്ങിയ? ഇറാനിൽ ഞാൻ ടെഹ്റാന്, സാരി, നാഷ്ത്, മഷൂല, തബ്രീസ്, കുർദിസ്ഥാൻ. അടുത്ത പരിപാടി ഇവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. എന്താ വർക്ക് ചെയ്യുന്നു? എവിടെയാ? ദുബായിലാ? ദുബായ് തന്നെ. ഫസ്റ്റ് ഇറാനിൽ തുടങ്ങിയത് എവിടെ? ബന്ദർ ഇറങ്ങി ടെഹ്റാനിലേക്കാണ് ഫ്ലൈ ചെയ്തോ? ഓ ഓക്കെ. എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? സ്റ്റാർബക്സ്. നൈസ്. അടുത്ത പരിപാടി എന്താ? ഇറാൻ എക്സ്പ്ലോർ ചെയ്യാൻ വന്നത്? ഓ ഓക്കെ. അവരെ കണ്ടോ? ഓ ഓക്കെ. അടിപൊളി. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഒരു ഫോട്ടോ എടുക്കാം. എൻ്റെ ഉള്ളില്ല ബ്രോ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാം. ഒരു ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരാം. ഇൻഷാല്ലാ എന്തായാലും പിന്നെ ഉഷാറാക്ക്. നമുക്ക് എന്തായാലും കാണണം. ദുബായിൽ എവിടെയാ താമസം? കറാമയിലാ? കറാമയിലെവിടെ? ഓക്കെ. നൈസ്. ഞാൻ വർക്ക് ചെയ്യില്ല, മറ്റേ മിർദിസ്. ഓക്കെ. എന്തായാലും കണ്ടാലും സന്തോഷം. ഉഷാറട്ടെ. ഓക്കെ. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ആവശ്യമുണ്ട്, ഞാൻ പറയാം. ഇറ്റ് വാസ് സോ ഫൺ. ലൈക്ക് ദുബായിൽ നിന്ന്, അതും കറാമയിലുള്ള
പിന്നെ താമസിക്കുന്ന പയ്യൻ ട്രാവൽ ചെയ്ത് അവിടെ വന്ന് നമ്മൾ അവിടുന്ന് കണ്ടുമുട്ടി എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കിട്ടി. ദെൻ അവനോട് കുറേ സമയം സംസാരിച്ച് പതുക്കെ അവിടുന്ന് സാരിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഐ തിങ്ക് സാരി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. സോ ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് പീസ്.